ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. എന്നെയും നിന്നെയും പൊന്നിന് തുല്യം പരിപാലിക്കും അല്ലാഹു. അവനാ നമ്മുടെ സൃഷ്ടാവ്. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. എന്നെയും നിന്നെയും പൊന്നിനു തുല്യം പരിപാലിക്കും അല്ലാഹു. അവനാ നമ്മുടെ സൃഷ്ടാവ്. അസ്സലാമു അലൈക്കും. പൊന്നു കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ് ഉസ്താദ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടോ? ഇല്ല ഉസ്താദ്, ഞങ്ങൾ ബീച്ചിൽ പോയിട്ടില്ല. ഇല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് ബീച്ചിലേക്ക് പോവാം. എങ്കിൽ എല്ലാവരും വരൂ. കുട്ടികളെ, ദാ ബീച്ചിലെത്തി. എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങും. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. അടിച്ചു വീശുന്ന കാറ്റിൽ തിരമാല ഒന്നിന് പിറകെ ഒന്നായി വരുന്നത് കാണാൻ എന്തു ഭംഗിയാണല്ലേ കുട്ടികളെ. കൂട്ടുകാർക്കൊരു കാര്യം അറിയുമോ? ഈ കടലിൻ്റെ ഉള്ളിൽ ചെറുതും വലുതുമായ ഒരുപാട് ജീവികളുണ്ട്. അവയൊക്കെ അന്നം നൽകി പരിപാലിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അതെ, അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ കുറിച്ച് ഈ കടൽ തീരത്ത് വെച്ച് നമുക്കൊരു മനോഹരമായ പാട്ട് പാടിയാലോ? പാട്ട് ഉസ്താദ് പാടിത്തരാം, പക്ഷേ താളം നിങ്ങൾ പിടിക്കണം. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. എന്നെയും നിന്നെയും പൊന്നിന് തുല്യം പരിപാലിക്കും അല്ലാഹു. അവനാ നമ്മുടെ സൃഷ്ടാവ്. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. എന്നെയും നിന്നെയും പൊന്നിനു തുല്യം പരിപാലിക്കും അല്ലാഹു. അവനാ നമ്മുടെ സൃഷ്ടാവ്. മക്കളെ, നിങ്ങളത് കണ്ടോ? ദൂരെ നിന്നും ആടി ഉലഞ്ഞ് ഒരു ബോട്ട് വരുന്നത്. അതെന്താണ് ഉസ്താദേ ആ ബോട്ടിന്റെ ഉള്ളിൽ? നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങളൊക്കെ അവരാണ് കടലിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്നത്. ദാ അവിടെ നോക്കൂ, കുറെ കുട്ടികൾ കളിക്കുന്നത് കണ്ടോ? പട്ടം പറപ്പിച്ചും മണലിൽ വീട് നിർമ്മിച്ചും. സോറി, വീടല്ല, നമ്മൾ മുമ്പ് പഠിച്ച വാക്കുകളൊക്കെ നമ്മൾ തന്നെയല്ലേ ഉപയോഗപ്പെടുത്തേണ്ടത്. വീടിനെന്താണ് പറയേണ്ടത്? അതെ, ബൈത്തുൻ. നമുക്കും അവരൊക്കെ നിർമ്മിക്കുന്നത് പോലെ മണലിൽ ഒരു ബൈത്തുൻ ഉണ്ടാക്കിയാലോ? എങ്കിൽ വരൂ. കൂട്ടുകാർക്ക് എങ്ങനെയാണ് മണലിൽ ബൈത്തുൻ ഉണ്ടാക്കേണ്ടതെന്ന് അറിയുമോ? ഉസ്താദ് പറഞ്ഞു തരാം. കടൽ തീരത്ത് നമ്മൾ ബൈത്തുൻ ഉണ്ടാക്കുമ്പോൾ നനഞ്ഞ മണൽ കൊണ്ട് ഒരിക്കലും നമുക്ക് നിർമ്മിക്കാൻ സാധ്യമല്ല. എന്നാൽ ഉണങ്ങിയ മണലും പറ്റില്ല. മണലിൽ ബൈത്തുൻ ഉണ്ടാക്കാൻ പാകത്തിന് നനവുള്ള
മണലാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ തറ വൃത്തിയാക്കണം. പിന്നീട് കൂമ്പാരം പോലെ മണൽ കയറ്റി വെക്കണം. എന്നിട്ട് നമുക്കിഷ്ടമുള്ളതുപോലെ ബൈത്തുനുണ്ടാക്കാം. ദാ കണ്ടോ കുട്ടികളെ, ഷഫീഖ് മോൻ നിർമ്മിച്ച അടിപൊളി ബൈത്തുൻ. മാഷാ അല്ലാഹ്. മക്കളെ, ഇനി നമുക്ക് മണലിൽ നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ? ഒരത്ഭുതം കാണിച്ചു തരട്ടെ. നിങ്ങൾ ഓരോ അക്ഷരങ്ങൾ എഴുതി കഴിയുമ്പോഴും തിരമാലകൾ വന്ന് ആ അക്ഷരങ്ങളെ മായ്ച്ചു കൊണ്ടുപോകും. അതെ, ശരിയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എഴുതി നോക്കൂ. ആദ്യം ബ എന്ന അക്ഷരം എഴുതാം. ബഇന് പുള്ളിയിടാൻ മറന്നോ? ആ പുള്ളി കൂടെ നമ്മൾ ചേർത്തി കൊടുക്കാം. ബ. ഇനി ഉമ്മുൻ എന്ന് എഴുതി നോക്കൂ. ദാ കണ്ടോ കുട്ടികളെ, നിങ്ങൾ എഴുതിയ ബ തിരമാല മായ്ച്ചു കളഞ്ഞു. നമുക്ക് ഓരോ പദങ്ങളും എഴുതി നോക്കിയാലോ? ഉമ്മുൻ, ഇബറുൻ, മഹ്ദുൻ, ദൽവുൻ, കുട്ടികളെ, കടൽ കണ്ടതിൽ എല്ലാവർക്കും സന്തോഷമായോ? സന്തോഷമായി ഉസ്താദ്. ഓക്കെ, എന്നാൽ നമുക്ക് മടങ്ങാം. മോനെ, ഉപ്പുപാന്റെ വടി ഒന്നെടുത്തു തരാമോ? എണീക്കാൻ വയ്യ, പ്രായമായതല്ലേ. നല്ല മോൻ, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. എവിടെ നമ്മുടെ റഹീം? ഉസ്താദ് അവിടെ. എന്താണ് നിനക്ക് അവിടെ പണി? ആ ഉപ്പുപ്പാന്റെ വടി എടുത്തു കൊടുക്കാൻ പോയതാണ്. നല്ല മോൻ, അങ്ങനെ തന്നെ വേണം. പ്രായമായവരെ ബഹുമാനിക്കുകയും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് നാം ചെയ്തു കൊടുക്കുകയും വേണം. ഉസ്താദേ, ആ ഉപ്പുപ്പാന്റെ വടി ഞൊമ്മിട്ടതുപോലെയുണ്ട്. ശരിയാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം. അതാണ് ഉപകാരമുള്ള പഠനം. അല്ലാഹു നമ്മൾ പഠിച്ചതൊക്കെ എന്നും നമ്മുടെ ഓർമ്മയിൽ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുട്ടികളെ, അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ രസകരമായ പുതിയ ഒരു അനുഭവമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കണേ. ഞങ്ങൾ കാത്തിരിക്കും ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ലല്ലല്ലല്ലല്ലാ ലല്ലാലാ ലല്ലല്ലല്ലല്ലാ ലല്ലാലാ ലല്ലല്ലല്ലല്ലാ ലല്ലാലല്ലല്ലാ ലല്ലാലല്ലാ ലല്ലാലാ. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. എന്നെയും നിന്നെയും എന്നെയും നിന്നെയും എന്നെയും നിന്നെയും പൊന്നിന് തുല്യം പരിപാലിക്കും അല്ലാഹു. അവനാ നമ്മുടെ സൃഷ്ടാവ്, അവനാ നമ്മുടെ സൃഷ്ടാവ്. ആഴക്കടലിൽ നീന്തി തുടിക്കും മത്സ്യക്കുഞ്ഞ് പറയുന്നു, ആകാശത്തിൽ പാറിപ്പറക്കും കുഞ്ഞിക്കിളിയും പാടുന്നു. എന്നെയും നിന്നെയും എന്നെയും നിന്നെയും പൊന്നിനു തുല്യം പരിപാലിക്കും അല്ലാഹു. അവനാ നമ്മുടെ സൃഷ്ടാവ്, അവനാ നമ്മുടെ സൃഷ്ടാവ്.